വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. നിർമ്മകൃഷ്ണ നിക്ഷേപവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. നമ്മുടെ പാറസലയ്ക്ക് സമീപം നിർമ്മകൃഷ്ണ നിക്ഷേപ തട്ടിപ്പ്. ഇത് 600 കോടിയോളം രൂപയുടെ ഒരു തട്ടിപ്പാണ്. ഈ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം വ്യാപകമായി നടന്നു. ഇതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് കോടതിയുടെയും സർക്കാരിന്റെയും ഇടപെടൽ മൂലം ബഡ്സ് ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയാണ്. മാരായമുട്ടം കൺട്രോൾമെന്റ് സ്റ്റേഷനുകളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബഡ്സ് ആക്ടിന്റെ 3, 21, 25, 5, 23 ഈ സെക്ഷനുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. IPC 406, 420, 34. ഇതിന് പുറമെ നിർമ്മകൃഷ്ണ നിക്ഷേപ സംരക്ഷണ സമിതിയുടെ പരാതിயின் മുകളിൽ ബഡ്സ് ഗവൺമെന്റ് അതോറിറ്റി 2023 ഈ സ്ഥാപനങ്ങളുടെ സ്ഥാപന ജന്മ വസ്തുക്കൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉത്തരവിറക്കി. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ബഡ്സ് ഗവൺമെന്റ് അതോറിറ്റികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും താഴെ തട്ടിൽ നടപ്പിലാക്കുന്നതിൽ വലിയ കാലതാമസം ഉണ്ടാകില്ല. ഇതുമൂലം നിക്ഷേപകർക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടാകുന്നു. കാരണം ഈ അടുത്ത സമയത്ത് തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഹവാല ഇടപാടുകൾ ഈ പ്രതികൾ നശീകരിക്കുക. ഈ പ്രതികള് ജാമ്യത്തിന് വേണ്ടി കോടതിയെ സമീപിച്ചു. കോടതി ഇവരുടെ ജാമ്യം നിഷേധിച്ചു. എന്നിട്ട് പോലും ഇവരെ അറസ്റ്റ് ചെയ്യാതെ ഇവർക്ക് വീണ്ടും കോടതിയുടെ അട്ടിമറി നടത്താൻ വേണ്ടിയിട്ട് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് കേരള പോലീസ് മേധാവി ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനും ഈ പ്രതികളുടെ വസ്തുവകകൾ ഇത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും മറ്റ് രാജ്യങ്ങളിലും നടത്തിയിട്ടുണ്ട്. വിദേശത്ത് പോലും ഇവിടെ ഈ ഫണ്ട് പോയിട്ടുണ്ട്. അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള നടപടി എടുക്കണം. ഇതിലെ പ്രതികൾ വിദേശത്ത് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോ ഇവര് വിദേശത്ത് കടക്കാതിരിക്കണമെങ്കിൽ ഇവര് അടിയന്തരമായിട്ട് ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇതെല്ലാം നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ട്. സംസ്ഥാനത്തിന് പുറത്തും വിദേശത്തും നിക്ഷേപങ്ങൾ ഉള്ളതുകൊണ്ട് ഇത് CBI അന്വേഷിക്കാതെ ഈ അന്വേഷണം പൂർത്തിയാവില്ല. കാരണം ഇത് വെറുതെ നമ്മൾ പറയുന്നതല്ല. ഇതില് വിദേശത്ത് ഈ പൈസ പോയിട്ടുണ്ടോ എന്നുള്ളതിന്റെ തെളിവുകളുണ്ട്. ഹവാല ഇടപാട് നടത്തിയതിന്റെ തെളിവുകളുണ്ട്. കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ തെളിവുകളുണ്ട്. ഇതിലെല്ലാം ഡോക്യുമെന്റ് ഞങ്ങൾ പോലീസിന് സമർപ്പിക്കും. എന്നിട്ട് പോലും ഇവർ ഇതിന്റെ മുകളിൽ നടപടി. കാരണം ഇവർക്കിപ്പം ഇവര് ബേസിക്കാൻ പറയുന്നത് ഇവർക്ക് ഒന്ന് ആളില്ല. ഏത് സ്റ്റേഷനിൽ പോയിട്ട് അന്വേഷിക്കാൻ ആളില്ലെന്നാണ് പറയുന്നത്. അന്വേഷിക്കാൻ ആളില്ലെങ്കിൽ അവർ ഗവൺമെന്റിനെ അറിയിക്കണം. ഉത്തരവാദിത്തപ്പെട്ട ആരാന്ന് വെച്ചാൽ അവരെ അതിനുള്ള സംവിധാനം ചെയ്യണം. തമിഴ്നാട് ഗവൺമെന്റ് ലെറ്റർ അയച്ചിട്ടുണ്ട്. പക്ഷേ ഫലപ്രദമായ അന്വേഷണമൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല എന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ കേസ് വിദേശത്ത് കമ്പനികൾ ഉള്ളതുകൊണ്ട് ഇത് CBI അന്വേഷിക്കേണ്ടി വരും. അതിനു വേണ്ടിയിട്ട് നമ്മൾ കോടതിയെ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കോടതി നമ്മൾ ഏത് കേസിനെ നമ്മൾ കോടതിയെ സമീപിച്ചിരുന്നാലും കോടതി ചെയ്യുന്നത് ആദ്യം ഗവൺമെന്റിനോടും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളോടും അവരുടെ അഭിപ്രായം ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അനുകൂലമായ ഒരു അഭിപ്രായം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ കേസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇതൊന്നും ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് കോടതി ഇടപെടലിലൂടെയാണ് ഈ കേസ് ഈ രീതിയിൽ കൊണ്ട് എത്തിച്ചത്. അപ്പൊ ഇത് കോടതിയിൽ എത്തിക്കാന്ന് പറയുന്നത് നമ്മൾ എളുപ്പ കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു കേസ് നമ്മൾ കോടതിയിൽ പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു. അപ്പൊ അതിന് ഇപ്പൊ ഈ നഷ്ടപ്പെട്ട നിക്ഷേപകർ തന്നെയാണ് വീണ്ടും ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇതിനും ഈ കേസിൽ അന്വേഷിക്കുന്നത് പ്രത്യേക താല്പര്യം എടുത്ത് അന്വേഷിച്ചാൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ
സാമ്പത്തിക തട്ടിപ്പുകൾ കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് ഇതിന് നടന്നുകൊണ്ടേയിരിക്കും. ഇതിന് ശക്തമായ നടപടി എടുക്കണമെങ്കിൽ ഗവൺമെന്റ് ടീച്ചർ സെക്ടറുള്ള ഗവൺമെന്റ് വേണം. ഈ ബഡ്സ് ആക്ട് പിന്നെ നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഈ നിയമം നടപ്പിലാക്കുന്നതിൽ സംവിധാനം മെച്ചപ്പെടുത്തിയിട്ടില്ല. അല്ല, അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ വർഷമാണ്. അതെ, നമ്പർ തരാം. 24 വരുന്ന 2 എഫ്ഐആർ ഇട്ടുണ്ട്. 24 25 24 എഫ്ഐആർ ഉണ്ട്, 25 എഫ്ഐആർ. അതാ പറഞ്ഞത്, അറസ്റ്റ് ചെയ്തിട്ടില്ല. അറസ്റ്റ് മാത്രമല്ല, ഈ കേസ് ഈ തട്ടിപ്പ് നടന്നതിന് ശേഷം തന്നെ ഇവർ കൂടുതൽ സമ്മതിദാനം നടത്തി ഞങ്ങളുടെ രേഖകൾ വരികയാണ്. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇപ്പൊ തമിഴ്നാട്ടിൽ കേരളത്തിൽ അവർ കേസ് എടുത്ത് അതാണ് ഞാൻ പറഞ്ഞത്. ഇത് അട്ടിമറിക്ക് നടത്തി എന്നുള്ളത് അത് തമിഴ്നാട്ടിൽ എടുത്ത കേസിലാണ് ഒരു നടപടിയായിട്ടുള്ളത്. കേരളത്തിൽ അന്ന് കേസ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞില്ലേ, ഈ അട്ടിമറി നടത്തിയതിന്റെ സകല രേഖകളും അതിന്റെ വിശദാംശങ്ങൾ ഞാൻ പിന്നീട് ഇതുപോലെ ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ട് ഞാൻ അറിയിക്കുന്നതിന് അതെ തമിഴ്നാട്ടിലെ കേസ് മാത്രമാണോ? അതെ അതെ അതെ, അത് തമിഴ്നാട്ടിലെ കേസ്. അന്ന് അതാണ് ഞാൻ പറഞ്ഞത്, അവിടെയാണ് അട്ടിമറി നടന്നത്. അന്ന് കേരളത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ വകുപ്പില്ല എന്ന് പറഞ്ഞ് ചില തൽപര കക്ഷികള് സഹായിച്ചു. അത് 2017 സംഭവമാണ്. ഞാൻ അതിനെ കുറിച്ച് അതിന്റെ കുറെ എവിഡൻസുകൾ എന്റെ കിട്ടിയിട്ടുണ്ട്. ബാക്കി എവിഡൻസുകൾ ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ റിപ്പോർട്ടുകൾ പൂർത്തിവെക്കുകയാണ്. റിപ്പോർട്ടുകൾ ഞങ്ങൾക്ക് തരുന്നില്ല. അപ്പൊ ആ റിപ്പോർട്ടുകൾ കിട്ടിയതിനു ശേഷം അതിൽ വ്യക്തമായിട്ട് ആരൊക്കെയാണ് ഇടപെട്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പരസ്യമായിട്ട് ഇടപെട്ട 1-2 പേരെ എനിക്കറിയാം ആരാണ് അതിനകത്ത് ഇടപെട്ടു എന്നുള്ളത്. അത് ചെറിയ ആൾക്കാരൊന്നുമല്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു MLA പോലും അതിനകത്തൊരു ശക്തമായ ഒരു വാദം. അതോടുകൂടിയാണ് പോലീസ് കേസെടുക്കാതെ വിട്ടത്. അത് ഞാൻ വ്യക്തമായിട്ട് ഞാൻ പേര് വരെ പറഞ്ഞുതരാം, പക്ഷെ ഇപ്പോഴും ഞാൻ പറയില്ല. അപ്പൊ അന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അതിനകത്ത് ഇൻവോൾവഡാണ്. അദ്ദേഹം തന്നെയാണ് ഈ കേസ് എഴുതിച്ചത്. കാരണം അന്ന് ഈ പരാതി ഇന്നിപ്പോ കേസ് എടുത്ത പരാതിയായിട്ട് അന്ന് പോയപ്പോൾ പറഞ്ഞത് കേസ് തമിഴ്നാട്ടിൽ അന്വേഷിക്കുമെന്നാണ്. എങ്ങനെയാണ് കേരളത്തിൽ നടന്ന കേസ് എങ്ങനെയാണ് തമിഴ്നാട്ടിൽ അന്വേഷിക്കുന്നത്? അതെനിക്ക് മനസ്സിലാത്ത സംഭവമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാരാമഠം എന്ന് പറയുന്ന സ്ഥലം തമിഴ്നാട്ടിലാണ്, കേരളത്തിലാണ്. അവിടെ ഒരു സാമ്പത്തിക സ്ഥാപനം പ്രവർത്തിക്കുകയാണ്. ആ സ്ഥാപനം തട്ടിപ്പ് നടത്തി അതിന്റെ സ്വർണം പിടിച്ചെടുക്കുന്നത് 2023 ആ സ്വർണം മനുഷ്യർ കോടതിയിൽ ഇരിക്കുകയാണ്. അപ്പൊ ഇതെങ്ങനെയാണ്? അട്ടിമറിച്ചതല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അട്ടിമറിയാണ്. നിലവിലെ മാരാമഠത്ത് 6 എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. കണ്ടോൺമെന്റിൽ 2 എഫ്ഐആർ ഉണ്ട്. പരാതി ഇനിയുണ്ട്, ഇനിയും വരാനുണ്ട്. കാരണം ഇവര് ആദ്യം കേസെടുക്കാൻ തയ്യാറില്ലായിരുന്നു. ഇപ്പോഴാണ് അവര് സംഭവം മനസ്സിലായത്. കാരണം എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്ത് പോലീസുകാർ കണ്ടെത്തി അന്വേഷിച്ച് കണ്ടെത്തേണ്ട എവിഡൻസുകൾ ഞങ്ങൾ കണ്ടെത്തി കൊടുക്കുകയാണ്. അപ്പോഴാണ് അവർ കേസെടുക്കുന്നത്. മനസ്സിലായില്ലേ? മാരാമഠത്ത് ഒരു ലോക്കലിനകത്ത് സാധനം ഇരിക്കുന്നുവെന്ന് ഞാനാണ് ആ സ്റ്റേഷനിൽ എന്ന് പറഞ്ഞത്. ആദ്യം അവരെടുക്കാൻ തയ്യാറായില്ല. കോടതി ചെന്ന് പറഞ്ഞു, കോടതിയിൽ ചെന്ന് എടുക്കാൻ പറഞ്ഞപ്പോൾ ഇവർ എന്തെടുത്തു? എടുത്ത രീതിയാണെങ്കിൽ വളരെ വിചിത്രമാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ അട്ടിമറിച്ചതിനെ കുറിച്ച് മൊത്തത്തിൽ ഞാൻ ഒരു പ്രശ്നം വിളിക്കുന്നു. എത്ര പരാതിക്കാരുണ്ട്? ഇപ്പൊ കേസ് കൊടുത്തത് 8 കേസായിട്ടില്ലേ? എത്ര 25 പരാതി മാരാമഠ സ്റ്റേഷനിൽ പെൻഡിംഗിൽ ഇരിക്കുകയാണ്. കേസെടുക്കാതെ 6 മാത്രമേ എഫ്ഐആർ എടുത്തുള്ളൂ. അതിനെക്കുറിച്ച് ഞാൻ വേറെ ദിവസം ചോദിച്ചിട്ടുണ്ട്. അത് കണക്കെടുത്താലേ അറിയാൻ പറ്റും മൊത്തത്തിൽ. പരാതി കൊടുത്തവരുടെ കണക്കെടുത്താണെങ്കിൽ എന്തായാലും ഒരു 50 ലക്ഷം രൂപ തട്ടിപ്പുണ്ടോ അവിടെ തന്നെ, ഒരു സ്ഥാപനത്തിൽ തന്നെ. അതിനകത്ത് വേണു എന്റെ മാനേജറായിരുന്നു. അയാള് ബിനാമിയായിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് കോടതിയിൽ. അതെ. കോപ്പി ചെയ്തിട്ടുണ്ടോ? കോപ്പി ഉണ്ട് ഞങ്ങളുടെ. പക്ഷെ ഞങ്ങൾ ഇത്രയും കോപ്പികൾ എല്ലാ ഡോക്യുമെന്റും ഞങ്ങളുടെ കയ്യിലുണ്ട്. മാറ്റുള്ളതിന്റെ എല്ലാത്തിനും അവസാന കേസ് ഈ മാസമാണോ? കഴിഞ്ഞ മാസം. അതെ. അതും ഒരു തട്ടിക്കുട്ട എഫ്ഐആർ അനുസരിക്കുന്നത്. അത് നോക്കാം. ബാക്കി കേസുകൾ മുമ്പോട്ട് നോക്കാം. സ്റ്റാർട്ട് ചെയ്യട്ടെ. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ബഡ്സ് ആക്ട് എന്ന് പറയുന്നത് കേന്ദ്രം നടപ്പിലാക്കിയത് വളരെ സതുദ്ദേശത്തോടു കൂടിയാണ്. കാരണം സാമ്പത്തിക തട്ടിപ്പുകളെ 100%
തടയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. പക്ഷേ കേരളത്തില് അത് നടപ്പിലാക്കാനുള്ള സംവിധാനങ്ങളില്ല. അത് മാത്രമല്ല, കീഴ് ജീവനക്കാർ, അതായത് ഈ നടപ്പിലാക്കേണ്ട ഗ്രൗണ്ട് തലത്തിൽ നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥർക്ക് ബഡ്സ് ആക്ട് എന്താണെന്ന് അറിയത്തില്ല. അത്തരത്തിൽ അവയർനെസ്, ആ നിയമത്തെ കുറിച്ചുള്ള ഒരു വിവരണം പോലും അവർക്ക് അറിയത്തില്ല. എങ്ങനെയാണ് ആ നിയമം നടപ്പിലാക്കണം, ആ നിയമം എന്താണ് പറയുന്നത് എന്നുള്ള അറിയത്തില്ല. ഓരോരുത്തരും ഓരോ രീതിയിലാണ് പറയുന്നത്. കാരണം ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുക്കുകയാണ്. ഹോം സെക്രട്ടറി ഇവിടുന്ന് ഓർഡർ ആക്കി കളക്ടർ കൊടുത്തു. കളക്ടറുടെ കാരണം അതിന്റെ അധികാരമുള്ളത് ഡിഎമാണ്. കളക്ടർ അവിടെ നിന്ന് ഉത്തരവ് കൊടുക്കുകയാണ്. ആ ഉത്തരവ് താഴെത്തട്ടിൽ വില്ലേജ് ഓഫീസിൽ എത്തുമ്പോഴത്തേക്കും അത് നോട്ടീസായിട്ട് മാറുകയാണ്. അവരുടെ പ്രോപ്പർട്ടി എത്ര ഉണ്ട്, ആരൊക്കെയാണ് അവിടെ ഉള്ളത്, എത്ര രൂപയുടെ സമ്പാദ്യം ഉണ്ടെന്ന് റിപ്പോർട്ട് കൊടുക്കാനാണ് നടപ്പിലാക്കുന്നത്. ആ രീതി നോട്ടീസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നോട്ടീസ് കൊടുക്കുമ്പോൾ തന്നെ പ്രതികൾ അറിഞ്ഞു കഴിഞ്ഞു ഇത് അറ്റാച്ച്മെന്റ് വരാൻ പോവുകയാണ്, നടപടിയാവുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഒന്നിൽ എന്തെങ്കിലും രീതിയിൽ സ്റ്റേ വാങ്ങാൻ നോക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് സമ്പാദ്യം കടത്താൻ നോക്കും. അതിവിടെ നടന്നു കഴിഞ്ഞു. ഒരു സ്ഥാപനത്തിന് നോട്ടീസ് കൊടുത്തത് മൂലം ഒറ്റ രാത്രി കൊണ്ട് 2 ട്രക്ക് സാധനമാണ് അവിടെ നിന്ന് കടത്തിയത്. ഇത് ഞങ്ങൾക്ക് കിട്ടാനുള്ള പൈസയാണ്, നിക്ഷേപത്തിന് കിട്ടാനുള്ള തുകയാണ്. ആ സാധനം അവിടെ നിന്ന് കടത്തി തമിഴ്നാട്ടിലാണോ ഇനി മറ്റെവിടെയെങ്കിലും ആണോ മതിയെന്നറിയില്ല, എന്തായാലും ആ സ്ഥാപനത്തിൽ മാറ്റി കഴിഞ്ഞു. അപ്പൊ അതിനുള്ള സൗകര്യം കൊടുത്തത് ഈ കീഴ് ജീവനക്കാരാണ്. അടിയന്തരമായിട്ട് അറ്റാച്ച് ചെയ്യാനുള്ളതിന് പകരം ഇവർ നോട്ടീസ് കൊടുത്തിട്ട് കാത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് അവര് കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങി. സ്റ്റേ വാങ്ങിയപ്പോൾ അവർ പറഞ്ഞെന്താണെന്ന് അറിയാമോ? ബഡ്സ് ആക്ട് 7(3) അനുസരിച്ച് സാമ്പത്തിക റവന്യൂ റിക്കവറിക്കാണ് നോട്ടീസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് സ്റ്റേ ചെയ്യണമെന്നാണ് ഞാൻ കോടതി പോയത്. ഇവിടെ കണ്ടോൺമെന്റിൽ എഫ്ഐആർ ഇട്ടിരിക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല, മാരാമണ്ഡലത്തെ എഫ്ഐആർ ഇട്ടിരിക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല. അതായത് ഈ കേസിന്റെ മെറിറ്റിനെ മറച്ചു വെച്ചുകൊണ്ട് അവർ കോടതി ചെന്നിട്ട് സ്റ്റേ വാങ്ങി. അവിടെ നമ്മുടെ പീക്ക് സഹായിച്ചെന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. കാരണം ഈ ഒരു സ്റ്റേറ്റിനകത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ പീക്ക് അറിയണം. ഇത്രയും ചെറിയൊരു കേസൊന്നുമല്ല, ഇതൊരു പ്രമാദമായ കേസാണ്. അപ്പൊ ഈ കേസിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ പീക്ക് മറുപടി കൊടുക്കുമ്പോൾ അറിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇത്രയും വലിയൊരു കേസ് വളരെ ലാഭത്തോടു കൂടിയാണ് എടുത്തിരിക്കുന്നത്. കാരണം അവിടെ ചെന്നിട്ട് ഈ കള്ളം പറഞ്ഞ്, അതായത് സെക്ഷൻ 7(3) അനുസരിച്ച് റവന്യൂ റിക്കവറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതല്ല, അതിനകത്ത് എഫ്ഐആർ ഇതിലുണ്ടായിരുന്നു. ഈ പോയാൽ പ്രതിയുമാണ്. അവൻ പ്രതി അല്ല എന്ന് പറഞ്ഞാണ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ സ്റ്റേ ആണ് വാങ്ങിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി ഈ സ്റ്റേ നീക്കണമെങ്കിൽ നമ്മൾ ഇവിടെ നമ്മൾ കോടതി പോകണം. നമ്മൾ കോടതിയിൽ ഈ സ്റ്റേ നീക്കാൻ വേണ്ടിയിട്ട് പോകണമെങ്കിൽ ഒരു വക്കീലാണെങ്കിൽ നമ്മൾ അൻപനായിട്ട് നമ്മൾ ചിലവാക്കി പോകണം. അപ്പൊ ഇതിനുള്ള സാധ്യത ഉണ്ടാക്കി കൊടുക്കുന്ന ആരാണ്? ഇവിടുത്തെ നമ്മുടെ ഉദ്യോഗസ്ഥരാണ്. അതിനൊരു മാറ്റം വരണം. ഒരു സ്ഥാപനം മാത്രം, അതായത് ഇതിന്റെ ഇനിഷ്യൽ സ്ഥാപനം എന്ന ഒരേ ഒരു സ്ഥാപനം മാത്രമാണ് തമിഴ്നാട്ടിലുള്ളത്. ബാക്കി കംപ്ലീറ്റ് കേരളത്തിലാണ്. വേണമെങ്കിൽ അതിന്റെ ഒരു ലിസ്റ്റ് ഞങ്ങൾ തരാം, അല്ലെങ്കിൽ ഞങ്ങൾ ഒരു ഡിൻ നമ്പർ തരാം. ആ ഡിൻ നമ്പർ ടൈപ്പ് അടിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എത്ര കമ്പനികൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യണം. അത് അതിൽ ഒരു പ്രതിയുടെ മകളുടെ വിവാഹം പേരും ഞങ്ങൾ പറഞ്ഞില്ലേ, അത് നിങ്ങൾ അന്വേഷിക്കും. അതിന്റെ സാമ്പത്തിക ഇടപാട് നടത്തിയതിന്റെ രേഖ ഞങ്ങളുണ്ട്, അത് ഞങ്ങൾ വേണമെങ്കിൽ. കേസ് ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഇപ്പൊ മൊത്തത്തിലുള്ള കണക്കുകളൊന്നും വന്നിട്ടില്ല. കേസുകൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിക്ഷേപകർ ഇതിനകത്ത് കേരളത്തിന്റെ ഏകദേശം 10,000-ഓളം നിക്ഷേപകരുണ്ട്. അതെ, ഈ ഗോശ്രീ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയാം. ഞാൻ പറയാൻ വിട്ടുപോയി ഇതിനകത്ത്. ഈ ഗോശ്രീ ഫൈനാൻസിന്റെ MD-യും മുൻ MD-യും ഇതൊരു, അത് പറഞ്ഞില്ലേ, ഇത് ഒരു പേപ്പർ കമ്പനി ഉണ്ടാക്കി വെച്ചിട്ട് കളിപ്പിക്കുന്ന ഒരു കളിയാണ് ഈ ഗോശ്രീ നടത്തുന്നത്. ഈ നിർമ്മലിനും ഈ ഗോശ്രീയുടെ MD എന്ന് പറയുന്നത് ഇവർ ബന്ധുക്കളാണ്, ബിസിനസ് പാർട്ണർമാരാണ്. ഇവര് തമ്മിൽ ഇന്നും ഒന്നുമല്ല, വർഷങ്ങളായിട്ട് ബിസിനസ്സുകളുണ്ട്. എറണാകുളത്താണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ട്രിവാൻഡ്രത്ത് എവിടെ സ്ഥാപനം എനിക്ക് അറിയത്തില്ല. പക്ഷേ ഈ ഗോശ്രീയുടെ പേരിലാണ് ഇപ്പൊ ഈ ഫണ്ട് മൊത്തം തിരുമലാണ്. ഒന്നെന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ട് വർഷങ്ങളായി, പക്ഷെ അറിയുന്നത് തിരുവനന്തപുരത്തുണ്ടെന്നാണ്. ഗൾഫിൽ പോയിട്ടുണ്ടോ ചോദിച്ചാൽ ഇപ്പൊ എനിക്കിപ്പോ വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. കഴിഞ്ഞ തവണ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഗൾഫിൽ പോയി എന്നാണ് പറഞ്ഞത്. വേറെ അവിടെ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ 6 മാസം മുമ്പ് അല്ലേ? 2 വർഷം. അറിയില്ല. എക്സ്പോർട്സ് ലക്ഷ്മി എക്സ്പോർട്സ് അപ്പൊ ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ ഗോശ്രീ ഫൈനാൻസുമായിട്ടുള്ളത്
വെറും സാമ്പത്തിക ഇടപാട്, വെറും എന്താ പറയുന്നത്, ഫൈനാൻസിന്റെ ഇടപാട് മാത്രമല്ല, അല്ലാതെ ധാരാളം ഇടപാടുകളുണ്ട്. അപ്പൊ അതും വിശദമായിട്ട് അന്വേഷണം പരിധിയിലാണ്. തമിഴ്നാട് സർക്കാരിന് കേസ് കൊടുക്കുന്നുണ്ടോ തമിഴ്നാട്ടിലേക്ക്? ഇല്ല, ഞങ്ങൾ തമിഴ്നാട്ടിൽ പരാതി കൊടുത്തിട്ടില്ല. മാതൃസ്ഥാപനം തമിഴ്നാട്ടിലല്ലേ? ഞാൻ പറഞ്ഞില്ലേ, മാതൃസ്ഥാപനം ഒരു സ്ഥാപനം ഞാൻ ഒരു കമ്പനി ഞാൻ മദ്രാസ് വീട് രജിസ്റ്റർ ചെയ്യുകയാണ്. ഇതിന് ഞാൻ കേരളത്തിൽ ഉടനീളം നടന്ന ആ കമ്പനിയുടെ രജിസ്ട്രേഷന്റെ പേരും വെച്ചിട്ട് നമുക്ക് എന്ത് സ്ഥാപനമാണെന്ന് നടത്താം, എന്ത് തട്ടിപ്പാണെന്ന് നടത്താം. അതാണോ നമ്മുടെ നാട്? അങ്ങനാണോ? ഞാൻ ഡൽഹിയിൽ നിന്ന് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് കേരളത്തിൽ നിന്നിട്ട് അതിന്റെ അഡ്രസ് വെച്ചിട്ട് എത്ര സ്ഥാപനങ്ങൾ നടത്താം? ഈ തട്ടിപ്പാടത്തിന്റെ ബാക്കിയുള്ള കമ്പനി തട്ടിപ്പാടത്തിന്റെ കഥയിൽ നിന്ന് മേഡം അതിന്റെ ബാക്കി കാര്യങ്ങൾ പറയും. എങ്ങനെയാണ് അവർ കമ്പനി നടത്തുന്നത്, കമ്പനികൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യണം, അവർക്ക് നിയമത്തെ എങ്ങനെ പൊട്ടിച്ച് കൈകാര്യം ചെയ്യണമെന്ന് നല്ല രീതിയിലാണ്. ഞാൻ പറഞ്ഞില്ല, ഉദാഹരണം ഈ ബഡ്സ് ആക്ട് തന്നെയാണ്. ഇവിടെ കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അവരവിടെ പറയാണ് ഞങ്ങൾ റവന്യൂ റിക്കവറി കേസ് അതിന്റെ നോട്ടീസിന് സ്റ്റേ കിട്ടണം. അപ്പൊ സ്വാഭാവികമായിട്ട് കോടതി എന്ത് ചെയ്യും? റവന്യൂ റിക്കവറി അല്പം സമയം കൊടുക്കാം, ഇവര് പേയ്മെന്റ് ചെയ്യും. അല്ലെങ്കിൽ സ്റ്റേ സ്റ്റേ കൊടുക്കുന്നത്. പക്ഷെ ഇത് ബഡ്സ് ആക്ടിന്റെ കേസാണെന്നുള്ളത് കോടതിയിൽ അവർ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊരു തന്ത്രമാണ്. ഇനി ഇതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവര് കേസ് കോടതികളിൽ പോയിട്ടുള്ള കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞില്ല, എല്ലാ ഡീറ്റെയിൽസും കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. പോസ്റ്റ് ഫൈനാൻസിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഇവരൊരു ഉത്തരവ് വാങ്ങിയിട്ടുണ്ട് ഹൈക്കോടതി എറണാകുളത്തെ ആർബിട്രേഷൻ. അതെങ്ങനെ സംഭവിച്ചെന്ന് അറിയാമോ? അത് ഒരാളുടെ പേരിൽ അയാൾ ഓർഡർ വാങ്ങിയിട്ട് വരുന്നു, ഇവിടെ മറ്റൊരാളുടെ പ്രോപ്പർട്ടി ഇവിടെ നിന്ന് എഴുതി വാങ്ങും ആ നമ്പർ വെച്ച്. അതിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൊടുത്തു. ക്രൈംബ്രാഞ്ച് വിചിത്രമായിട്ട് ഒരു മറുപടി എനിക്ക് തന്നിട്ടുണ്ട്. അതും ഞാൻ ഈ കേസ് അട്ടിമറിയുടെ വിഷയത്തിന്റെ കൂടെ ഞാൻ അങ്ങോട്ട് കൊടുത്തു. അതും ഒരു സംഭവം തന്നെയാണ്, അട്ടിമറി തന്നെയാണ്. എങ്ങനെയാണെന്നറിയോ? അതിൽ പറഞ്ഞിരിക്കുന്നത്, ഈ പറഞ്ഞ തമിഴ്നാട്ടിൽ കേസ് രജിസ്റ്റർ എന്ന് പറഞ്ഞില്ലേ, ആ കേസിന്റെ റഫറൻസ് വെച്ചിട്ട് ഈ വസ്തു ആ കേസിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണെന്ന് പറയുന്നു. എന്നിട്ട് ഈ വസ്തു വിറ്റു എന്നും പറയുന്നു. ഈ കക്ഷി മൂന്നാമതൊരാൾ വിൽക്കുകയാണ് ഈ വസ്തുവിനെ. ആ വസ്തുവിനെ അറ്റാച്ച് ചെയ്തതായിട്ട് പറയുകയാണ്. അത് ക്രൈംബ്രാഞ്ചിന്റെ ഒരു ഡിവൈഎസ്പി കൊടുത്ത റിപ്പോർട്ടാണ്. അത് വിചിത്രം. ഞാൻ കൊണ്ടൊന്ന് ഹോം സെക്രട്ടറി കാണിച്ചു ഞാൻ പറഞ്ഞു, സാർ ഇതിനകത്ത് ഇതാണ് പറഞ്ഞിരിക്കുന്നത്, ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് അന്വേഷിക്കണം. അപ്പൊ അവർ പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കട്ടെന്നാണ് ആദ്യം പറയുന്നത്. ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കാൻ കൊടുത്തിട്ടുണ്ട്. അവരെ ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ചിട്ട് മറുപടി വരട്ടെ, അന്വേഷിച്ച് ഞാൻ അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയും, ഇങ്ങനെയൊക്കെയാണ് കളികൾ നടക്കുന്നത്. ഇത് മൊത്തം തട്ടിപ്പാണ് നടക്കുന്നത്. ഇവർ എവിടെയെല്ലാം പോയി കൈവെക്കുന്നുണ്ടോ അവിടെയെല്ലാം തട്ടിപ്പാണ് നടക്കുന്നത്. പുറത്തല്ലേ? ഇല്ല, പുറത്ത് തന്നെ ഉണ്ട്. പുറത്തുണ്ട്. ഇന്നും കോടികളുടെ ഇടപാടുകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ നമ്മൾ അതിന്റെ തെളിവുകൾ ഞങ്ങളുടെ ഇപ്പോഴും ഉണ്ടെന്ന്. ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ കാണിച്ചു തരാം. കോടികളുടെ തട്ടിപ്പ് എങ്ങനെ ബൈ ഹാൻഡ് കോടികളുടെ കൈമാറ്റം നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത സമയം. അതിന്റെയൊക്കെ രേഖകൾ ഞങ്ങൾ പുറത്തിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോ ഞങ്ങളില്ലേ പോലീസുകാരുടെ ചെയ്യേണ്ട ജോലി ഞങ്ങൾ ചെയ്യാണ്. ഞങ്ങൾ അന്വേഷിച്ച് ഡോക്യുമെന്റുകൾ കൊണ്ട് കൊടുക്കുകയാണ് പോലീസുകാർ. അല്ല, അവർക്ക് ഇത്രയും കാലം തേടി ഒന്നും കിട്ടിയില്ല. ശരി, താങ്ക് യു. ഇനി എന്തെങ്കിലും ആർക്കും സംശയം ചോദിക്കാം? ഞാന് 2 വർഷം മുമ്പ് പ്രസ് മീറ്റ് നടത്തിയപ്പോ അന്ന് ഒരു കേസ് മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഇതൊന്നും കാര്യമായിട്ട് നടന്നിരുന്നില്ല. നിർമ്മൽ കൃഷ്ണ ഞാനുമായിട്ടുള്ള ഒരു കമ്പനിയുടെ ഒരു പാർട്ണർഷിപ്പ് റിലേഷൻ ആയിരുന്നു. 2010 ഞാൻ പാർട്ടിയിൽ പൂജ ഗാർമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗാർമെന്റ് എക്സ്പോർട്ടിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഗവൺമെന്റ് ലീസ് ലാൻഡില് ബിൽഡിങ്ങും മെഷീനറിയും ഞാൻ ബിൽഡിംഗ് പണിതു. 6 കോടിയുടെ മെഷീനറി ഫോറിൻ ട്രേഡ് ആക്ട് അനുസരിച്ച് EPC എക്സ്പോർട്ട് പ്രൊമോഷൻ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് സ്കീം അണ്ടർ ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് അത് വെച്ചിട്ടാണ് മെഷീൻസ് ഇമ്പോർട്ട് ചെയ്തത്. അങ്ങനെ മൊത്തം ഒരു 12 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് കൂടുതൽ എക്സ്പാൻഷന് വേണ്ടി ഒരു പാർട്ട്ണർ എടുത്താണ്. നിർമ്മലിന്റെ വൈഫാണ് പാർട്ട്ണറായിട്ട് വന്നത്. പക്ഷെ 2013 വൈഫിനെ റീപ്ലേസ് ചെയ്ത് നിർമ്മലും പാർട്ട്ണറായി. അത് കഴിഞ്ഞ് ഒരു 3 months കഴിഞ്ഞപ്പോ നിർമ്മലിന്റെ ഒരു ഫ്രണ്ട് SR ശ്രീജിത്ത് എന്ന് പറഞ്ഞ ദുബായ് ബേസ്ഡ് ഒരു ബിസിനസ്മാൻ കൊണ്ടുവന്ന് പുള്ളിയും കൂടെ പാർട്ട്ണറാന്ന് പറഞ്ഞു. ഇതൊന്നും വളരെ ലീഗലായിട്ട് ചെയ്ത പാർട്ട്ണർഷിപ്പ് ഡീഡുകളൊന്നും അല്ല. എന്നിട്ട് വന്ന് ഇവർ ആ 3 monthsനുള്ളിൽ 9.5 കോടിയുടെ മണി ലോണ്ടറിങ് എന്റെ 2 അക്കൗണ്ടുകൾ വഴി നടത്തി. പൂജ ഗാർമെന്റ്സിന്റെ കരമന ബ്രാഞ്ച് SBIയും ഫെഡറൽ ബാങ്ക് നെയ്യാറ്റിൻകര ബ്രാഞ്ചും വെച്ചിട്ട് 9.5 കോടിയുടെ മണി ലോണ്ടറിങ് ചെയ്തു. അതായത് ഇവിടുന്ന് എങ്ങനെയോ പൈസ ദുബായ് കൊണ്ടുപോകും, എന്നിട്ട് ഈ അക്കൗണ്ട് വഴി വൈറ്റാക്കി വരും.
എന്നിട്ട് ഒരു 3 ഡേയ്സിനുള്ളിൽ അവരുടെ തന്നെ പല ബിനാമികളുടെയും പേരിൽ ചെക്ക് ഇഷ്യൂ ചെയ്ത് ഈ പൈസ മാറ്റി. അപ്പൊ അങ്ങനെ വന്നപ്പോ ഒരു എക്സ്പോർട്ട് യൂണിറ്റ് ആണ്, വാൾമാർട്ടിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടിയതാണ്. അപ്പൊ അതുകൊണ്ട് ഞാനത് ഓപ്പോസ് ചെയ്തു. ഇങ്ങനെ ഒരിക്കലും മണി ട്രാൻസാക്ഷൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് നിർമ്മലൻ എനിക്ക് എതിരായി 2 മാസം സാലറി കൊടുക്കാനുള്ള എന്റെ ചെക്ക് ബുക്ക് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് അവിടെ കുറച്ച് പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു, കുറച്ച് വർക്കേഴ്സും ഉണ്ടായിരുന്നു. സ്റ്റാഫിനെ ചേർത്തിട്ട് പിന്നെ അവിടെ സമരം തുടങ്ങി. സാലറി കിട്ടിയില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്തു, ഉപരോധം നടത്തി, എന്നെ അറസ്റ്റ് ചെയ്തു, ജയിലിൽ അടച്ചു. ഇതെല്ലാം ഒരു സ്വപ്നം പോലെ ഒരു 2 മണിക്കൂറിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അന്നൊരു സാറ്റർഡേ ആയിരുന്നു. അപ്പൊ എനിക്ക് അന്ന് ജാമ്യം കിട്ടിയില്ല. മൺഡേ മോർണിംഗ് ആണ് എനിക്ക് ജാമ്യം കിട്ടിയ. ഒരു ദിവസം റിമാൻഡ് പെട്ട്. ബേസിക്കലി ഞാനൊരു ഡോക്ടറേറ്റ് ഹോൾഡറാണ്, ഞാനൊരു ടീച്ചറായിരുന്നു. അപ്പൊ അങ്ങനെ നിന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് വന്ന ഒരാൾക്ക് എനിക്കിത് എന്നെ മെന്റലി എന്നെ ഇത് വളരെ അഫക്ട് ചെയ്തു. 3 മാസം എനിക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. ആ സമയത്ത് ഞാൻ ആക്ച്വലി എറണാകുളം ബേസ്ഡ് ആണ്. ഞാൻ ഇവിടുന്ന് അത് കഴിഞ്ഞ് നേരെ എറണാകുളത്തേക്ക് പോയി. 3 മാസത്തിനുള്ളിൽ ഇവര് എന്നെ ആ സമയത്ത് കുറച്ച് ബാങ്ക് പേപ്പേഴ്സ് ഒക്കെ ഒപ്പിട്ട് വാങ്ങിച്ചിരുന്നു. അത് വെച്ചിട്ട് ഇവർ എന്നെ ഫോഴ്സ് ചെയ്ത് ആ ലീസ് ഡീഡ് 90 years ലീസ് ഡീഡ് ആയിരുന്നു ലാൻഡ്, അത് അവരുടെ പേരിലാക്കി. പക്ഷെ മെഷീനറി ബിൽഡിങ്ങിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. ഞാൻ പഠിച്ചതും ഇൻസ്റ്റാൾ ചെയ്തതാണ്. അത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇൻകം ടാക്സ് റൂൾസ്, സ്റ്റേറ്റ് ടാക്സ് റൂൾസ് എല്ലാം ബാധകമാണ്. അപ്പൊ അത് ചെയ്യാൻ ഇമ്മീഡിയറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് കസ്റ്റംസ് ഒരു MOU ഉണ്ട്, ഒരു 8 years കഴിയാതെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറെ നിയമങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്നും ചെയ്തില്ല. പക്ഷെ അവർ എന്നെ അതിനകത്ത് എൻട്രി ചെയ്യാൻ സമ്മതിച്ചില്ല. പൂജ ഗാർമെന്റ്സിന്റെ പേര് കന്യാകുമാരി എക്സ്പോർട്ട് എന്ന് പറഞ്ഞ് തമിഴ്നാട് രജിസ്റ്റർ ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ പേരിലോട്ട് മാറ്റി. പക്ഷെ ബാലൻസ് ഷീറ്റിലോ നിയമപരമായിട്ട് പൂജ ഗാർമെന്റ്സ് ക്ലോസ് ചെയ്തിട്ടില്ല. സ്റ്റിൽ ഇറ്റ് ഈസ് നോട്ട് ക്ലോസ്, അത് എക്സിസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് അവർ ബിസിനസ്, അപ്പൊ ഞാൻ ഒരു നോട്ടീസ് അയച്ചു. നോട്ടീസിനൊന്നും റിപ്ലൈ തന്നില്ല. പിന്നെ 2017 നിർമ്മൽ കൃഷ്ണ കേസ് വന്നപ്പോൾ അവര് അത് അറസ്റ്റിലൊക്കെ ആയി. പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ ഞാൻ കൊമേഴ്സ് കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ആ സമയത്താണ് ഫസ്റ്റ് ഞാനൊരു പ്രസ് മീറ്റ് വിളിച്ചിരുന്നത്. കൊമേഴ്സ് കോടതിയിൽ കേസ് പ്രൊലോങ് ചെയ്ത് പോവാണ്. അപ്പൊ അവിടെ ഒരു സ്റ്റാറ്റസ് ഓർഡറും പാസ്സാക്കിയിട്ടുണ്ട്. അതൊന്നും ചെയ്യരുത്, വിക്കേ കൈമാറ്റം ചെയ്ത് ഫൈനൽ വിധി വരുന്നത്. പക്ഷെ ഈ സ്റ്റാറ്റസ് ഓർഡർ നിലനിൽക്കെ തന്നെ നിർമ്മലൻ ഈ കേസിലെല്ലാം പ്രതിയായിരിക്കെ തന്നെ വേറൊരാൾക്ക് ബിനാമി പർച്ചേസ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞൊരു ട്രാൻസാക്ഷൻ നടത്തി. അത് കിൻഫ്രയിലെ ഉദ്യോഗസ്ഥരെയൊന്നും ഈ സ്റ്റാറ്റസ് ഓർഡർ എല്ലാരെയും ബാധിക്കുന്നതാണ്. പക്ഷെ ആരും അത് പിന്നെ കണക്കാക്കാതെ അങ്ങനെ ഒരു വർഷം മുമ്പ് ഒരു പർച്ചേസ് എഗ്രിമെന്റിൽ ഇപ്പം ഈ ഒരു ബിനാമി ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ട്. മീൻവൈൽ ഇതിങ്ങനെ പ്രൊലോങ് ചെയ്യുന്നു. എനിക്ക് കസ്റ്റംസിന് ഒരുപാട് പ്രഷർ ഉണ്ട്. കാരണം കസ്റ്റംസിന്റെ എഗെയിൻസ്റ്റ് നോൺ ട്രാൻസ്ഫറബിൾ ലൈസൻസ് ആണ്, ഇതൊന്നും വേറെ ആൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ എനിക്കെതിരെ ലീഗൽ ആക്ഷൻ വരും എന്നുള്ള ഈ സാഹചര്യത്തിൽ ഞാൻ പട്സിന്റെ കോമ്പിറ്റന്റ് അതോറിറ്റിയെ സമീപിച്ചു. ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. പട്സ് ആക്ട് കേരളത്തിൽ വന്ന് 2019 വന്നു. 2023 അവസാനം ഞാനൊരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. അതിന്റെ പേരിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, റിപ്പോർട്ട് കൊടുത്തു. ഇത് നല്ല പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെന്നുള്ള റിപ്പോർട്ട് വന്നു. അതിന്റെ ബേസിസിൽ കോമ്പിറ്റന്റ് അതോറിറ്റി എന്റെ സ്ഥാപനം ബസ്സിൽ അറ്റാച്ച് ചെയ്യരുതെന്നും ബിൽഡിങ്ങും മെഷീനറിയും എന്റെ ആണെന്നും ഒരു ഓർഡർ പാസ്സാക്കി. കളക്ടർക്കും എല്ലാവർക്കും ഈ ഓർഡർ എത്തിയിട്ടുണ്ട്. അത് സന്തോഷത്തോടെ പറയട്ടെ. ബസ്സിൽ ആദ്യത്തെ വന്ന ഓർഡറാണ്. അതായത് ഈ ബസ്സിലെ പ്രതികൾ എന്ന് പറയുന്ന നിർമ്മലിന്റെയും ശ്രീജിത്തിന്റെയും ലീസ് പ്രീമിയം കണ്ടുകെട്ടി ബസ് ഈ നിക്ഷേപത്തിൽ തിരിച്ചു കൊടുക്കാനും ഇതിന്റെ ബിൽഡിംഗ് മെഷീനറിയുടെ ഓണർഷിപ്പ് പൂജ ഗാർമെന്റ്സിന്റെ ആണെന്നും ഓർഡർ ആയിട്ടുണ്ട്. ഇനിയിപ്പോ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഇതിലേക്കാണ് നെക്സ്റ്റ് വീക്കോടുകൂടി പോലീസിന്റെയും പബ്ലിക്കിന്റെ എല്ലാവരും സഹായത്തോടുകൂടി ഇംപ്ലിമെന്റ് ചെയ്യാനും സ്ഥാപനം തിരിച്ചെടുത്ത് നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും എനിക്ക് ആ ഒരു ഓർഡർ കമ്പിറ്റന്റ് അതോറിറ്റിയുടെ കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ അവർ എൻക്വയറി ചെയ്തു, നല്ല റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പൊ കമ്പിറ്റന്റ് അതോറിറ്റിക്ക് ഇനി ഫ്യൂച്ചറിൽ ബാക്കി എല്ലാവരുടെയും കാര്യങ്ങൾ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളുടെയും വളരെ പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഗവൺമെന്റും മറ്റു താഴെയുള്ള അതോറിറ്റീസും ചെയ്തു കൊടുത്താല്
തീർച്ചയായും ഈ കേസിന്റെ ഒരു പോസിറ്റീവ് ഡയറക്ഷനിൽ എത്തുമെന്ന് വിശ്വസിക്കുന്നു. നിയമപരമല്ലാത്ത കാര്യങ്ങൾക്ക് തീർച്ചയായും ഞാൻ കോടതിയെ സമീപിക്കുന്നതാണ്. കാരണം ഒരു സ്റ്റാറ്റസ് കോ വയലേഷന് പ്രോസിക്യൂഷൻ ആണ് അതിന്റെ എൻഡിലുള്ള ഇത് വരുന്നത്. അപ്പോൾ പ്രതികൾക്കെതിരെ ഈ സ്റ്റാറ്റസ് കോ വയലേറ്റ് ചെയ്തതിന് പ്രോസിക്യൂഷൻ നടപടികളിലേക്കും പിന്നെ ഈ ബിനാമി ട്രാൻസാക്ഷൻ നിയമ നടപടികളിലേക്ക് എന്തായാലും ഫ്യൂച്ചർ പോകുന്നുണ്ട്. ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതിന് ഫർദർ ഡീറ്റെയിൽസ് Okay. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.